ഹായ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഗ്ലോക്കോമ എന്ന അസുഖത്തെ പറ്റിയാണ്. ഗ്ലോക്കോമ എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മുടെ കണ്ണിൻ്റെ പ്രഷർ കൂടിയിട്ട് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി തരുന്ന ഒരു നെർവ് ഉണ്ട്, ഓപ്റ്റിക് നെർവ് എന്ന് പറയുന്നത്. അതിന് ഡാമേജ് വരുത്തുമ്പം അത് കണ്ട് കാഴ്ചക്കുറവുണ്ടാവും. അതിനെയാണ് ഗ്ലോക്കോമ എന്ന് നമ്മൾ പറയുന്നത്. ഇതിന് സിംറ്റംസ് ആസ് സച്ച് അങ്ങനെ ഒന്നുമില്ല. ചിലപ്പം ഹെഡേക്കോ ഐ പെയിൻ അല്ലെങ്കിൽ ചുമന്നൊക്കെ വരും കണ്ണ്. പക്ഷേ യൂഷ്വലി ഇതിന് സിംറ്റംസ് ഒന്നും ഏർലി സ്റ്റേജസിൽ ഉണ്ടാവത്തില്ല. ലേറ്റർ സ്റ്റേജസിൽ പോയാൽ നമ്മുടെ വിഷ്വൽ ഫീൽഡ് ഓഫ് വിഷൻ നമ്മുടെ കുറഞ്ഞു വരും. പക്ഷേ ഇത് അങ്ങ് ഒത്തിരി അഡ്വാൻസ് സ്റ്റേജിൽ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു സിംറ്റം വരുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലോക്കോമ നമ്മൾ സൈലൻറ്റ് കില്ലർ ഓഫ് വിഷൻ എന്നാണ് പറയുന്നത്. രോഗലക്ഷണം കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ കാഴ്ചശക്തി കുറഞ്ഞു വരും. അതുകൊണ്ട് നമ്മളിത് വളരെ കെയർഫുൾ ആയിരിക്കണം. റെഗുലർ ഐ ചെക്കപ്പിന് നമ്മൾ പോകണം. പ്രത്യേകിച്ചും ഇതിൻ്റെ കാരണങ്ങൾ എന്ന് വെച്ചാൽ ഫസ്റ്റ്ലി ഹെറിഡിറ്ററി ആണ്. പേരൻസിനുണ്ടെങ്കിൽ പിള്ളേർ മസ്റ്റായിട്ട് റെഗുലർ ചെക്കപ്പ് നടത്തിയിരിക്കണം. ചെല്ലുമ്പം ഹിസ്റ്ററിയിൽ തന്നെ പറയണം പേരൻസിനുണ്ട്, അപ്പോൾ അതിൻ്റെ ഇവാലുവേഷൻ നടത്തണമെന്ന്. പിന്നെ നമ്മൾ എക്സാമിനേഷനിൽ കൂടി നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. ഡൗട്ട് തോന്നുന്നവരെല്ലാം നമ്മൾ സ്കാനിങ്ങിന് വിടും. ഇതിൻ്റെ പല ടെസ്റ്റ് ഉണ്ട്, അതിൽ കൂടി നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും ഗ്ലോക്കോമ ഉണ്ടോ ഇല്ലയോ എന്ന്. ഇൻട്രാക്കുലർ പ്രഷർ നമ്മൾ നോക്കണം, പിന്നെ ഞരമ്പെല്ലാം നോക്കും നമ്മൾ. അത് കഴിഞ്ഞ് സ്കാനിങ്ങിന് വിടും. OCT ഉണ്ട്, പിന്നെ ഫീൽഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യണം, HFA എന്ന് പറയും. അത് കൂടാണ്ട് ഒരു സെൻട്രൽ കോർണിയൽ തിക്നെസ്, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്ന പേഷ്യൻറ്റ് ഗ്ലോക്കോമ ഉണ്ടോ ഇല്ലയോ എന്ന്. ഉണ്ടെന്ന് കൺഫേം ചെയ്താൽ പിന്നെ നമ്മളതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് എന്ന് വെച്ചാൽ പലതരമുണ്ട്. ഡ്രോപ്സ് ഉണ്ട്, അല്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഇതാണ് ഇനീഷ്യൽ നമ്മൾ ചെയ്യുന്നത്. ഡ്രോപ്സും കൊണ്ട് കൺട്രോൾ ആവുന്നില്ലാത്തൊരു സ്റ്റേജ് ചിലപ്പം വന്നേക്കാം. അങ്ങനെ വരുവാണെങ്കിൽ സർജറിയാണ് ലാസ്റ്റ് റിസോർട്ട്. അപ്പം നമ്മൾ സർജിക്കൽ ഇൻ്റർവെൻഷനിലൂടെ നമ്മൾ പോകുന്നത്. ബേസിക്കലി എന്ന് വെച്ചാൽ നമ്മൾ റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം. അങ്ങനെ കണ്ടുപിടിക്കുന്നത് പ്രത്യേകിച്ചും 40 years above. അതും ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ റെഗുലർ ചെക്കപ്പ് ചെയ്യണം, പീരിയോഡിക് ചെക്കപ്പ് ചെയ്യണം. സിബ്ലിങ്സും എല്ലാവരും ചെയ്തേ പറ്റൂ. അപ്പം നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്ത് നമ്മൾ തന്നെയാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത്. ഇതെല്ലാം ഫോളോ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് വെച്ചാൽ ഹെറിഡിറ്ററി കൂടാണ്ട് ഹൈ മയോപ്പിയ, ഒത്തിരി തിക്ക് ഗ്ലാസ്സസ് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഇത് കൂടാണ്ട് ട്രോമ, കണ്ണിന് അടിയോ ചതവോ എന്തെങ്കിലും പറ്റിയാലും ഗ്ലോക്കോമ വരാൻ ചാൻസ് ഉണ്ട്. കൂടാണ്ട് പ്രൊലോങ്ഡ് യൂസ് ഓഫ് സ്റ്റീറോയിഡ്സ്, നമ്മൾ പല കണ്ണസുകൾക്ക് നമ്മൾ സ്റ്റീറോയിഡ് ഡ്രോപ്സ് കൊടുക്കും ട്രീറ്റ്മെൻറ്റിനായിട്ട്. ചിലരത് അതിന് അസുഖം കിട്ടി തുടങ്ങുമ്പം തന്നെത്താനായാലും നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചൊഴിക്കാറുണ്ട്. അതങ്ങനെ പ്രൊലോങ്ഡ് യൂസ് കഴിയുമ്പോഴും ഈ കണ്ണിൻ്റെ പ്രഷർ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ സ്റ്റീറോയിഡ് യൂസ് ഒന്നും തന്നെത്താൻ ഒരിക്കലും ചെയ്യരുത്. ഡോക്ടർ പറയുന്നതനുസരിച്ച് ചെയ്യാവൂ. കൂടാണ്ട് പീരിയോഡിക് വിസിറ്റ്സ്, റെഗുലർ ഫോളോ, ഇതെല്ലാം ചെയ്താൽ നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച സേവ് ചെയ്യാനൊക്കെ പറ്റും.